നിൽക്കുന്നത് നായ്ക്കനാൽ പുലികളി സമാജത്തിന്റെ വേദിയിലാണ്. ഇവിടെ പുലിക്ക് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുഖംമൂടി, ഈ അരയിൽ കെട്ടുന്ന മണി, മറ്റ് അവരുടെ അലങ്കാര എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം, നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇവരെല്ലാവരും ഇപ്പോൾ ഇതെല്ലാം അണിഞ്ഞുകൊണ്ട് വരുന്ന ആ മനോഹരമായ കാഴ്ചയ്ക്ക്, മനോഹരമായ ആരവത്തിന്, ആ ഒരു താളത്തിന് വേണ്ടി പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം. തൃശൂർ നഗരം അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞു പുലികളെ കാണുന്നതിന് വേണ്ടിയും പുലികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി. എന്നോടൊപ്പം ഒരു കുട്ടിപ്പുലി, ഒരു സുന്ദരി കുട്ടിപ്പുലി ഉണ്ട്. ഹായ് പുലി, എന്താ പുലിക്കുട്ടിന്റെ പേര്? പിരാന. മാസ്ക് മാറ്റിയേ നോക്കട്ടെ. കണ്ട പിലാന ആദ്യമായിട്ടാണോ പുലിവേഷം കെട്ടുന്നേ? ആണോ? ഇതെന്താ പുലിവേഷം കെട്ടാന്ന് തോന്നിയത് എന്തുകൊണ്ടാ? പുലിക്കളി കാണാൻ ഇഷ്ടമാണ്. മുമ്പ് വന്ന് കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷമൊക്കെ വന്ന് കണ്ടത് ഓർമ്മയുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണോ കാണുന്നേ? ആണോ? ഒരു പാട്ട് പാടിയേ, ഒരു പാട്ട് പാടിയേ. അങ്ങവാനക്കോണിലെ ഇങ്ങനെയിലത്തുരത്തില് ഇങ്ങി നിന്നൊരമ്പിളി ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റില എന്നു വയ്ക്കാം. പൊന്നിലം വാവേ കഥ കേട്ട് മെല്ലെ വിഴി പോട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നി തളരാതെ ഓമ ചിരിയോടെ കുഞ്ചി കളിയോടെ വളര് വളര്. അടിപൊളി. അപ്പൊ ഡാൻസ് മാത്രല്ല, പാട്ടൊക്കെ വശമുണ്ടല്ലോ. ഈ ഡ്രസ്സ് എവിടെ നിന്നാ മേടിച്ചേ? അറിയില്ലേ? മോള് പോയി മേടിച്ചില്ല? ആരാ മേടിച്ചെന്ന്? അച്ഛനും അമ്മയും കൂടിയാണോ? അമ്മയാണോ മേടിച്ചത്? എന്നാ മാസ്ക് വെച്ചിട്ട് എനിക്ക് 2 സ്റ്റെപ്പ് ഇട്ട് തന്നെ. ഇവിടെ നിന്ന് ഭയങ്കര സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടല്ലോ. 2 സ്റ്റെപ്പ് ഇട്ടേ. മിടുക്കി കുട്ടിയാണല്ലോ. ഇത് എവിടെ നിന്ന് ഈ ഡാൻസ് എങ്ങനെ പഠിച്ചു? യൂട്യൂബ് നോക്കി പഠിച്ചാണോ? ഫോൺ നോക്കി പഠിച്ചാണോ? പിന്നെ അമ്മ പറഞ്ഞു തന്നിട്ട്. അങ്ങനെ എന്തായാലും ഇത് പുലി കളിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണല്ലേ? സന്തോഷത്തിലാണ്? ഹാപ്പിയാണോ? അങ്ങനെ എന്തായാലും കുട്ടി ഇവിടെ ഒരു പുലിക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ഇവളൊക്കെ ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ നഗരത്തിലേക്ക് ഇറങ്ങും. അതേ നമ്മുടെ കുറെ ചേട്ടന്മാര് ഒക്കെ ഉണ്ട്. എല്ലാവരും പെയിന്റ് ഒക്കെ അടിച്ച് ഏകദേശം റെഡി ആയിരിക്കുന്നു. അതിന് ഉണങ്ങേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. പുലിമട സന്ദർശിക്കാൻ വന്നതാണ്. ഇറങ്ങാൻ തയ്യാറാവല്ലോ പുലികള്. തൃശ്ശൂരിൽ നിന്ന് പുലിമട 4 മണിക്ക് ശേഷം പുലികളെ കൊണ്ട് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാണ്. പുലിമടയിൽ നിന്ന് പുലികളെല്ലാം തൃശ്ശൂരിന്റെ സ്വന്തമായിട്ടുള്ള ഓണവുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപമാണ് പുലി. തൃശ്ശൂർ പൂരം തന്നെ ലോകമാകെ പ്രസിദ്ധമായ പുലിക്കളിയിലേക്ക് പുലികൾ ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. വലിയ ആവേശം തന്നെയാണ്. നമ്മൾ ഓരോ ദേശത്ത് വരുമ്പോഴും ആളുകളൊക്കെ അത്രമാത്രം സന്തോഷത്തിലാണ്, ആവേശത്തിലാണ്. ഈ ഒരു 4 മണി ആവാനല്ലേ ഇതെല്ലാവരും നഗരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തവണ പെൺപുലികളും കൂടി ഇറങ്ങുന്നുണ്ട്. അവര് മറ്റേ ഡ്രസ് ഇട്ടിട്ടല്ല, മറ്റേ പെയിന്റ് ചെയ്ത് തന്നെ, വേഷം കെട്ടി തന്നെ എല്ലാ രീതിയിലും പെൺപുലികളടക്കം ടീം ഇറങ്ങുകയാണ്. ഇത് തൃശ്ശൂരിന്റെ തനതായിട്ടുള്ള സാംസ്കാരിക തലസ്ഥാന നഗരിയുടെ ഒരു കലാരൂപമാണ്. തൃശ്ശൂർ പൂരം പോലെ തന്നെ ഈ പുലിക്കളിയും ലോകമാകെ പ്രസിദ്ധമാണ്. അത് തുടർന്നും സാംസ്കാരിക കേരളത്തിന് സംഭാവന തൃശ്ശൂരിന്റെ ഉണ്ടാവും. അത് അതിഗംഭീരമായിട്ടുണ്ടാവും. ഇവിടെ ഒരു സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ വ്യത്യാസമില്ല. അതിനപ്പുറത്തേക്ക് ജാതി മതം ഒരു വ്യത്യാസം ഇല്ലാതെ ഈ വേഷം കെട്ടി ഇറങ്ങാൻ വേണ്ടി ആൾക്കാർ അത്രയും സന്തോഷത്തോടെയാണ്. തീർച്ചയായിട്ടും ജാതി മത വർണ്ണ ലിംഗ വ്യത്യാസമില്ലാതെ ആബാലവൃദ്ധം ജനങ്ങളും, അതായത് മഹാബലിയുടെ ആ ഓണ കാലഘട്ടത്തെ ഉദ്ഘോഷിക്കുന്ന വിധത്തിലാണ് ഈ ഓണം പുലിക്കളി എന്ന് പറയുന്ന മഹോത്സവം തൃശ്ശൂരിൽ അരങ്ങേറുന്നത്. മറ്റെല്ലാ ജില്ലകളിലും കഴിയുമ്പോഴും തൃശ്ശൂരിന്റെ ബാക്കി ഈ പുലിക്കളിയോടുകൂടി അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും പുലികൾ മട വിട്ട് നഗരത്തിലേക്ക് ഇറങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. സാധാരണ നമുക്ക് പുലി എന്ന് കേൾക്കുമ്പോൾ പേടിയാ, പക്ഷെ ഇത്ര സ്നേഹത്തോടെ ഇത്ര സന്തോഷത്തോടെ നമ്മൾ പുലികളുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഈ ഒരു ആദ്യമായിട്ടാണ്. അത് തൃശ്ശൂർ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്. ചേട്ടൻ തൃശ്ശൂർക്കാർ അഭിമാനാണല്ലോ പുലിക്കളി. വേറെ എവിടെയില്ല ഇങ്ങനെ ഒരു പരിപാടി.
ഞങ്ങളത് ഗംഭീരമായിട്ട് ആഘോഷിക്കും. ആഘോഷിക്കും. ഇപ്പൊ എത്രയായി ചേട്ടൻ ഈ ഇങ്ങനെ മൂന്നാമത്തെ തവണ. മൂന്നാമത്തെ വർഷമാണ്. അതെ. അപ്പൊ ഇത്തവണ കപ്പടിക്കും. അടിക്കും. ഞങ്ങൾ കുറെ കൊല്ലങ്ങളായിട്ട് ഇറങ്ങാണ്ട് ഇപ്രാവശ്യം ഇറങ്ങണതല്ലേ നായക്കനാല്. ഞങ്ങൾ ഇപ്രാവശ്യം കപ്പടിക്കും ഉറപ്പായിട്ടും. ഉറപ്പാണ്. അപ്പൊ എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങാനുള്ള ഒരു ഉണങ്ങി കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ തുടങ്ങി 6:30 ഇട്ട് തുടങ്ങിയത്. അപ്പൊ ഒരു ഇത് ഉണങ്ങി. ഇനി ഫൈനൽ അടിക്കാനുള്ളൂ. ഫൈനൽ ടച്ച് ചെയ്യാനുണ്ട്. അതെന്തായാലും കുറച്ച് സമയം പിടിക്കും. ചില സർപ്രൈസുകളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു അല്ലെ? അത് ആ സമയത്ത് കാണാം. എത്ര തരം വ്യത്യസ്ത ഏതൊക്കെ തരം പുലികളാണുള്ളത് ഇത്തവണ? പല സൈസുകളുണ്ട്. ഉണ്ട്. അതൊന്നും ഇപ്പൊ പറയുന്നില്ല അല്ലെ? സർപ്രൈസ് തന്നെയാണ്. ഇറങ്ങുമ്പോ കാണാൻ ഇറങ്ങുമ്പോ കാണാം. അതാണ്. അപ്പൊ എന്തായാലും 3:30 കാണാം. അപ്പൊ ഇവിടെ എത്ര 51 എല്ലാം ഇവിടെ 51 പുലികളാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഇതെല്ലാം കഴിഞ്ഞു, സെറ്റായി വന്നിരിക്കണം. അങ്ങനെ പുലികളെല്ലാം ഒരുവിധം ഈ ചായം പൂശി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഹാൾ ഇതൊരു സ്കൂളാണ്. സ്കൂളിന്റെ അകത്ത് ആണ് ഇതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നതും. അതെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നിരവധി പേരാണ്. വർഷങ്ങളായി അവർ ഈ ഒരു കലാരൂപത്തെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് ഓരോ വർഷവും കളിക്ക് ഇവിടെ വരാൻ അവരെ പ്രേരിപ്പിക്കുന്നതും ആ ഒരു ഇഷ്ടം തന്നെയാണ്. അവരുടെ ഉപജീവന മാർഗം എന്നതിനപ്പുറത്തേക്ക് തൃശ്ശൂർക്കാരുടെ അഭിമാനമായി തന്നെയാണ് ഇവരിവിടെ ഇത് ഉയർത്തി കാണുകയും ചെയ്തത്. ഒരു പെൺകുട്ടി ഇവിടെ ചായം തേക്കുന്നുണ്ട്. ഹലോ, എന്താ പേര്? ശ്രീതു. ശ്രീതു ആദ്യമായിട്ടാണോ അതോ? അല്ല, കഴിഞ്ഞ വർഷം ഒരു പുലിയിലെ വരച്ചിട്ടുണ്ട്. ഇത് പഠിക്കുകയാണോ? ഞാൻ ആർക്കിടെക്ചർ പഠിക്കാം. ആർക്കിടെക്ചറിൽ പഠിക്കുക. എങ്ങനെ ഇതിലേക്ക് ഇൻട്രസ്റ്റ് വന്നത് എങ്ങനെയാ ഇവിടേക്ക് വന്നത്? തൃശ്ശൂരാണല്ലോ, തൃശ്ശൂർക്കാരിയാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു ഇഷ്ടം എവിടെ നിന്ന് വന്നെന്ന് ചോദിക്കണ്ട അല്ലേ? ഇപ്പൊ എന്താണ് ഏതെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇത്തവണ? അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയാണ് വരച്ചത്. അപ്പൊ വരയാൻ പുലി. ചേട്ടാ, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. കപ്പടിക്കും. അടിക്കണം. ഇപ്പൊ എത്ര വർഷമായി ഇതില്? അല്ല, ഇതിലല്ല, മൊത്തത്തില് 8 വർഷമായിട്ടുണ്ടാവും. ഓരോ തവണയും വന്ന് പുലികളി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അടുത്ത വർഷത്തേക്കും വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്തായിരിക്കും? പറഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് മെയിനായിട്ട്. ഇഷ്ടമാണ്. തൃശ്ശൂർക്കാരുടെ ഒരു അഭിമാനമാണ്. ഇത്തവണ വെറൈറ്റികളൊക്കെ ഉണ്ടാവും അല്ലേ? ഉണ്ടല്ലോ. ടീം 9 ഉണ്ടല്ലോ പ്രാവശ്യം. 9 ടീമുണ്ട് പ്രാവശ്യം. അടുത്ത മത്സരം തന്നെയാണ്. ഇവിടെ ഫസ്റ്റ് അടിക്കണമെന്നാണ് താല്പര്യം. അപ്പോ എല്ലാവർക്കും, എല്ലാ മത്സരത്തിന് ഇറങ്ങുന്നവർക്കും തങ്ങൾ ഫസ്റ്റ് അടിക്കണമെന്നാണ് ആഗ്രഹം. ആ ഒരു ആവേശം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ കൊച്ചു കുട്ടികൾ, പുലിവേഷം കെട്ടിയവരുണ്ട്, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിന്റെ ഒരു ഇഷ്ടത്തോടു കൂടി ഈ ഒരു പുലി കളിക്ക് വേണ്ടി നഗരത്തിലേക്ക് ഇറങ്ങുന്ന ഒരുക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 തൃശൂർ.